സന്ദേശത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ളതിന് പകരം സന്ദേശം പോലെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യാൻ ഞാനും ശ്രീനിവാസനും കൂടി ഒരു 5-6 കൊല്ലമായിട്ട് അത് പറ്റി ആലോചിക്കുന്നുണ്ട് ഓരോരോ സമയത്തും. ഒരു ചെറിയ സാങ്കേതിക തടസ്സം ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, അത് നമുക്ക് ആരും കുറ്റപ്പെടുത്തുന്നതല്ല, അന്നത്തെക്കാളും ഭീകരമാണ് ഇന്നത്തെ ടോളറൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് വിമർശിക്കാൻ ശ്രമിച്ചാൽ, അതിൻ്റെ റിയാക്ഷൻ തീവ്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മതത്തിനെ പറ്റി പറയാൻ നിവൃത്തിയില്ല, പിന്നെ മതാധിപത്യത്തിനെ പറ്റി പറയാൻ നിവൃത്തിയില്ല, പൊളിറ്റിക്കൽ കറക്റ്റിനെ പറ്റി, നമ്മൾ അഴിമതി എന്ന് പറയുന്നത് സന്ദേശത്തിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാളും കൂടിയ രീതിയിൽ അഴിമതി ഒരു കലയായി മാറുന്ന, അലങ്കാരമായി മാറുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അന്നത്തെ പോലെ നമുക്ക് ഈ വിമർശിച്ചാൽ ഇത് ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ ഒരു ഭയം എന്നുള്ളത് ഉള്ളിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ തമാശയായിട്ട് കാണാൻ സാധിക്കണമല്ലോ. അതാണല്ലോ പ്രധാനമായിട്ടുള്ള. ഇപ്പോൾ സന്ദേശം എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്തും ഇന്നും 2 വിഭാഗത്തിൽപ്പെട്ട പാർട്ടിയിലുള്ള ആൾക്കാരും അതിലെ നേതാക്കന്മാർ പലരും അതിൻ്റെ ആരാധകരാണ്. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് സഖാക്കളായാലും നേതാക്കളായാലും അതിനെപ്പറ്റി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അണികളിൽ കുറേ പേരൊക്കെയാണ് പലപ്പോഴും എതിർപ്പ് ഉണ്ടാവാറുള്ളത്. കാരണം അത് അണികളുടെ കാര്യമാണ്. ആ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഒരു മണ്ഡലം പ്രസിഡന്റാണ്, മാമുക്കോയ അമരിച്ചിട്ടുള്ളത്. വേറെ അതിനപ്പുറത്തൊരു MLA പോലും ആ സിനിമയിലില്ല. അണികളുടെ മാത്രം ഇഷ്യൂസാണ്.